ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഇസ്രായേൽ പലസ്തീന്റെ മുകളിൽ നടത്തുന്ന ആക്രമണം താൽക്കാലികമായി നിർത്തി സമാധാനം നിലവിൽ വന്നു എന്ന് പറയപ്പെടുന്നു. ഒരുപാട് സന്തോഷം. പക്ഷെ ഈ സമാധാനം എത്ര കാലം മുന്നോട്ട് പോകും നമുക്ക് ഒരു ഉറപ്പില്ല. കാരണം ഒരു ഭാഗത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ തെമ്മാടികളാണ്. അവർ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. നമുക്കറിയാം ഈ സമാധാനം നിലവിൽ വന്നതിന് ശേഷവും ഗസയിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം നടന്നിട്ടുണ്ട്. എന്നാലും സമാധാനം പുലരട്ടെ, സമാധാനം വരട്ടെ. ആ പലസ്തീനും ഗസയിലുള്ള പാവങ്ങൾ സമാധാനത്തോടൊന്ന് കിടന്നുറങ്ങട്ടെ. ഞാനിവിടെ പറഞ്ഞു വരാൻ പോകുന്നത് കുറെ കാലമായിട്ട് ക്രിസംഗിയൊക്കെ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്ത ഒരുപാട് കാര്യമുണ്ട്. എന്താണ് ഇസ്രായേൽ എന്നും എന്താണ് ഇസ്രായേൽ പലസ്തീനിൽ ചെയ്യുന്നതെന്നും എങ്ങനെ ഇസ്രായേലിലേക്ക് ജൂതന്മാർ എത്തി എന്നുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷെ ഒരിക്കലും ഈ സംഖ്യകളെ തലേ കയറില്ല. തലേ കയറിയിട്ടാണോ ഇനി തലേ കയറിയിട്ടും അങ്ങനെ എല്ലാം അഭിനയിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഈ പൊട്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല. എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. ഞാനുണ്ടല്ലോ ജയദേവൻ സാറ് പറഞ്ഞൊരു വീഡിയോ ഇവിടെ വെച്ചേക്കാം. ഇത്രയും സിമ്പിൾ ആയിട്ട് എന്താണ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നമെന്നും എന്താണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കൃത്യമായിട്ട് ജയദേവൻ സാറ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയും സിമ്പിൾ ആയിട്ട് ഇനി ആർക്കും പറഞ്ഞു തരാനും കഴിയില്ല. ഇതിന് സംഖ്യക്കും ക്രിസംഖ്യക്കും മനസ്സിലായില്ലെങ്കിൽ വേറെ ആർക്കും സംഖ്യക്കും ക്രിസംഖ്യക്കും ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയില്ല. തലയിൽ വിവരമില്ലാന്നറിയ ചാണകങ്ങളെ. എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ആരാധിക്കുന്ന ഇസ്രായേൽ എന്ന തെമ്മാടി രാജ്യം എന്താ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ എന്തായാലും ജയദേവൻ സാറിന്റെ വീഡിയോ ഇവിടെ വെക്കാം. ഇത് ഒരുപാട് ആൾ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കുക, സംഖ്യകൾക്ക് അയച്ചു കൊടുക്കുക. വാ. സംഘപരിവാറിന്റെ സുഹൃത്തുക്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അത് നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛനും ഒക്കെയായി അങ്ങനെ പരമ്പരാഗതമായി കൈമാറി കിട്ടിയൊരു സ്ഥലമാണ്. വർഷങ്ങളായി എന്ന് കരുതാം. 90 വർഷങ്ങളായിട്ട് നിങ്ങളുടെ തലമുറ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ താമസിക്കുന്നു. അവിടെ ഒരാൾ വന്നിട്ട് പറയാണ്, ഒരു 150 വർഷം മുൻപ് എൻ്റെ മുതുമുത്തച്ഛന്മാരാണ് ഇവിടെ ഇരുന്നിരുന്നത്. ഞങ്ങൾക്ക് പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവിടെ നിന്ന് മാറിപ്പോകേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തിരിച്ചു വരികയാണ്. നിങ്ങൾ എനിക്ക് ഈ സ്ഥലം തരണം, ഈ വീട് തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവരെ ഏതെങ്കിലും തരത്തിൽ എൻഗേജ് ചെയ്യോ? ഞാൻ വിചാരിക്കണം ഓടിച്ചൊന്നും വിടാൻ പാടില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലേ? എന്തുകൊണ്ട്? 100-150 വർഷം മുമ്പ് നിങ്ങൾക്കറിയില്ല, അവരുടെ മുത്തച്ഛനെ ഒന്നും അവർക്ക് പോലും അറിയില്ല. അങ്ങനെ അവർ താമസിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അതിന് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നു എന്നതൊരു കുറ്റമായി മാറുമോ? അത് ഇറക്കി വിട്ടുകൊണ്ട് അവരെ അവിടെ പുനഃസ്ഥാപിക്കുക എന്ന ഒരു രീതി ഉണ്ടോ? ഉണ്ടാവാനിടയില്ല. ഇനിയിപ്പോൾ ക്രിസംഗികളോടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. നിങ്ങൾ ഒരു വീടും പുരയിടവും ഒക്കെ വാങ്ങിച്ചു. ആരോടും ചോദിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ട് ഇന്നയാളോട് എന്നില്ല. ഒരു വീടും പുരയിടവും 5 കൊല്ലം മുമ്പ് വാങ്ങിച്ചു. 100 ആയിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഒരാൾ വരുന്നു, 10 കൊല്ലം മുമ്പ് അത് എൻ്റേതായിരുന്നു, ഞാനത് ചെറിയ വിലയ്ക്ക് വിറ്റതാണ്, എനിക്ക് അന്ന് പൈസയൊന്നും കിട്ടിയിട്ടില്ല, എന്നെ ഒരാൾ പറ്റിച്ചതാണ്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളത് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം? നിങ്ങൾ തീർച്ചയായിട്ടും അവരെ ഓടിച്ചുവിടും. അതേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർക്കത് കൊടുക്കില്ല. എന്തുകൊണ്ട്? യുക്തിപരമല്ല. അങ്ങനെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. എന്തുകൊണ്ടാണ്? വ്യക്തിപരമായി നിങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ബാധിക്കുന്ന ഈ യുക്തി നിങ്ങളിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് പാലസ്തീൻ്റെ കാര്യം വരുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അത് വർക്കൗട്ട് ആവുന്നില്ലല്ലോ. ഇവിടെയാണ് നാം കാണേണ്ടത്. വ്യക്തിപരമായ കാര്യം വരുമ്പോൾ ആളുകളുടെ യുക്തിയാണ് വർക്ക് ചെയ്യുക. പക്ഷേ സാമൂഹ്യമായ കാര്യം വരുമ്പോൾ, പൊതുകാര്യം വരുമ്പോൾ ഐഡിയോളജിയാണ് വർക്ക് ചെയ്യുക. അവിടെ ഒരു യുക്തി ഉണ്ടാവില്ല. പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെ ഒരു കാര്യം നോക്കൂ. ഇസ്രായേലിനെ ഇങ്ങനെ അനുകൂലിച്ച് തള്ളി മറയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നത്തെ പാലസ്തീൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഈ ഭൂപ്രദേശത്തെ ജൂതന്മാർ അവിടുന്ന് നാടുവിട്ടവരാണ് എന്നത് ശരിയാണ്. അതെന്നാണ്? AD 1-ാം നൂറ്റാണ്ടിലാണ്. AD 71-ൽ അവരെ ഓടിച്ചത്, അവിടെ നിന്ന് പറഞ്ഞയച്ചത് അറബികളല്ല, പാലസ്തീനികളല്ല. പിന്നെയോ അത് റോമാക്കാരാണ്. അവരിപ്പോ ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാരെ നിങ്ങളുടെ മുതുമുത്തച്ഛന്മാർ ഓടിച്ചതാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ റോമിൽ പോയി പ്രതികാരം ചെയ്യൽ സാധ്യമാണോ? നടക്കോ? അത് നടക്കില്ല. അവരവിടെ നിന്ന് പോയി. അറബികൾ അവിടെ ഒരു 1500 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട്. അതായത് പാലസ്തീൻ പ്രദേശത്ത് ജൂതന്മാരുണ്ടായിരുന്നു ചരിത്രാതീത കാലത്ത് എന്ന് പറയുന്ന ആ കാലത്തേക്കാൾ അധികം കാലം അറബികൾ പാലസ്തീനിലുണ്ട്. ഈ പ്രശ്നമുണ്ടായത് ഐക്യരാഷ്ട്രസഭയുടെ കാർമ്മികത്വത്തിൽ ബ്രിട്ടന്റെ, അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങളെ പൂരിപ്പിക്കാൻ നടന്നിട്ടുള്ള കുൽസിതമായിട്ടുള്ള ഒരു പരിശ്രമമാണ്. യഥാർത്ഥത്തിൽ ഈ ഗൾഫ് യുദ്ധത്തിന്റെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ പ്രശ്നത്തിന്റെ ഒക്കെ ഒരു സാഹചര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സാമ്രാജ്യത്വം എന്ന വാക്യം മിണ്ടുന്നില്ല. പലരും ഇന്ത്യയുടെ പാകിസ്ഥാന്റെയും വിഭജനത്തെയും അതുമൊക്കെ ഒന്നിച്ച്, അത് ഒരുപോലെയല്ല. ഇന്ത്യയും പാകിസ്ഥാനും എന്താണ്? അതും സാമ്രാജ്യത്വ അജണ്ട തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു രാജ്യത്തെ 2ആയി വിഭജിച്ചതാണ്. അവിടെ നോക്കൂ, ഇന്ന് ബോംബെയിൽ പാകിസ്ഥാനിൽ ഒരാൾ വന്നിട്ട് പറയാണ് എൻ്റെ മുത്തച്ഛൻ ബോംബെയിൽ ഉണ്ടായിരുന്നു, അങ്ങോട്ട് താമസിച്ച വീടാണ്. നമ്മൾ കൊടുക്കുമോ? കൊടുക്കാൻ കഴിയുമോ? തിരിച്ച് കറാച്ചിയിൽ പോയാൽ അതൊന്നും സാധിക്കില്ല. ഭൂതകാലത്ത് സംഭവിച്ച കാര്യങ്ങൾക്ക് വർത്തമാനകാലത്ത് ആ വിധത്തിലുള്ള പരിഹാരങ്ങളില്ല. 47-ൽ ബ്രിട്ടന്റെ തോക്കിൻ മുനയിലാണ് 47 വരെ, 1881 മുതൽ 47 വരെ ജൂത കുടിയേറ്റം പാലസ്തീനിലേക്ക് നടന്നത്. അതൊരു പദ്ധതിയായിരുന്നു. 1917-ൽ ബ്രിട്ടന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ബാൽഫെയറിന്റെ ഡിക്ലറേഷൻ ഉണ്ട്. വളരെ കുപ്രസിദ്ധമാണ്. ഡിക്ലറേഷൻ ഒന്നുമല്ല, ജൂതന്മാർക്കുള്ള ഒരു കത്താണ്. നിങ്ങൾ 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ചാൽ നിങ്ങൾക്ക് ഒരു ജൂതരാഷ്ട്രം, നേഷൻ സ്റ്റേറ്റ് ഇവിടെ സ്ഥാപിക്കാൻ ഞങ്ങൾ സഹായിക്കാം. ആ സഹായം, ആ വാഗ്ദാനം പാലിച്ചതാണ് അവർക്കൊരു സഖ്യകക്ഷിയുമായി. അങ്ങനെയാണ് 48-ൽ ഇസ്രായേൽ ഉണ്ടാകുന്നത്. 93-ൽ ഓസ്ലോ കരാറുണ്ട്. ആ കരാർ എന്താണ്? ആ കരാർ 67
ലേക്ക് അതിർത്തി ആ കാലത്തേക്ക് തീരുമാനിച്ചു പോകണമെന്നില്ല. 48-ലെ അല്ല, പിന്നീട് ഇസ്രായേൽ കയറി പിടിച്ചു. അതൊക്കെ ഇരിക്കട്ടെ. പാലസ്തീനികൾ അതെല്ലാം സമ്മതിച്ചു എന്നേ. PLOന്റെ നേതൃത്വത്തിൽ PLOയും ഇസ്രായേലും തമ്മിലാണ് 93-ൽ നോർവേയിലെ ഓസ്ലോയിൽ വെച്ചിട്ട് നോർവേയാണ് അതിന് മധ്യസ്ഥം വഹിച്ചത്. അന്ന് അവര് 48-ലെ അതിർത്തിയെ പറ്റി മിണ്ടിയില്ല. 67 അതിർത്തിയെങ്കിലും ഗാസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടെയുള്ള പ്രദേശം ഉൾപ്പെടുത്തി ഒരു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം 5 വർഷം കൊണ്ട് സ്ഥാപിക്കാം എന്നാണ് ആ കരാർ. ബാക്കിയൊക്കെ വിട്ടു. 48-ലെ പാലസ്തീനെയൊക്കെ അവർ മറന്നു. ആ കരാർ നടപ്പാക്കിയില്ല അന്നത്തെ ഏരിയൽ ഷാരോൻ എന്ന ഇസ്രായേലിന്റെ അതിതീവ്ര നിലപാടുകളുള്ള ഫാസിസ്റ്റ് ഭരണാധികാരിയായിട്ടുള്ള മനുഷ്യൻ. അതിന് പകരം അദ്ദേഹം അതിനെ അട്ടിമറിച്ചു. ആ സന്ദർഭത്തിലാണ് 97-ൽ ഹമാസ് ഉണ്ടാകുന്നത്. അതിനുശേഷമുള്ള നിരന്തരമായ കുടിയേറ്റങ്ങളും ആക്രമണങ്ങളുമാണ് തിരിച്ചു ചില ആക്രമണങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ്. അറാഫത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് UN-ൽ. അതായത് എന്റെ ഒരു കയ്യിൽ യന്ത്രത്തോക്കും മറുകൈയിൽ ഒലീവിലകളുമുണ്ട്. ഒലീവിലകൾ താഴെ വീണു പോകാതിരിക്കാൻ നിങ്ങൾ സഹായിക്കണം, ലോകം സഹായിക്കണമെന്നാണ്. അതാണ്. യന്ത്രത്തോക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ല, പക്ഷേ ഗതികെട്ടാൽ എന്തു ചെയ്യും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യമാണ് പാലസ്തീനികൾ ഇപ്പോൾ ചോദിക്കുന്നത്. ഒരു സ്കൂള് ബോംബ് ചെയ്ത് തകർത്ത് 500 കുട്ടികൾ കൊല്ലപ്പെട്ടു. ആശുപത്രി തകർത്ത് സ്കൂളിന്റെ മേലെ ബോംബ് ചെയ്യാണ്. ഓരോ 15 മിനിറ്റിലും ഒരു പാലസ്തീൻ കുഞ്ഞ് മരിക്കപ്പെടുമ്പോ കൊല്ലപ്പെടുമ്പോ ഒരു വേദനയുമില്ലാത്ത മനുഷ്യരെ പറ്റി എന്താണ് പറയേണ്ടത്? അവരുടെ പ്രത്യയശാസ്ത്രം വർക്ക് ചെയ്യാൻ, അതാണ് അതിൽ കാര്യമുള്ളൂ. യുക്തിയല്ല, ഐഡിയോളജി പ്രവർത്തിക്കാൻ. ആ ഐഡിയോളജി മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഐഡിയോളജി ആണ് എന്ന് അവർക്ക് തിരിച്ചറിയാണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് തിരിച്ചറിയുന്നെ ചെയ്യും. സംഘികളെ കുസംഘികളെ, നിങ്ങൾ ആരാധിക്കുന്ന ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ തെമ്മാടി രാജ്യം എത്രമാത്രം ക്രൂരന്മാരാന്ന് ഇത്രയും സിമ്പിളായിട്ട് ആർക്കും പറഞ്ഞുതരാൻ കഴിയില്ല. ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടും നിങ്ങളെ തലയെ കയറിയില്ലെങ്കിൽ നിങ്ങൾ ഇസ്രായേലിനെക്കാളും ക്രൂരന്മാരാണ്, ഇസ്രായേലിനെക്കാളും തെമ്മാടികളാണ്, ലോകത്തെ ഏറ്റവും വലിയ പൊട്ടന്മാരുമാണ്. സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഒരു രാജ്യത്തെ സമാധാനം ഇല്ലാതാക്കി ആ രാജ്യം കുട്ടിച്ചോറാക്കിയിട്ട് എന്നിട്ട് വന്നിട്ട് വീരവാദം അളക്കുന്ന നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലടോ. എന്തായാലും പലസ്തീനിലേക്കുള്ള ഇസ്രായേലിന്റെ ആക്രമണം തൽക്കാലമായിട്ട് നിർത്തിയ സമയത്ത് ഞാൻ അധികമൊന്നും പറയുന്നില്ല. എനിക്കറിയാം ഇത് വിശ്വസിക്കാൻ കഴിയില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞ തെമ്മാടികൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല നമുക്കറിയാം. എന്നാലും വെറുതെയെങ്കിലും പ്രാർത്ഥിച്ചു പോകുന്നു, സമാധാനം നിലനിൽക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. സ്വന്തം രാജ്യത്ത് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ പലസ്തീൻ ജനത നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ പലസ്തീൻ ജനതയെ സപ്പോർട്ട് ചെയ്യും. കാരണം അവരുടെ ഭാഗത്ത് മാത്രമാണ് നീതിയുള്ളത്, അവരുടെ ഭാഗത്ത് മാത്രമാണ് ന്യായമുള്ളത്, അവരുടെ ഭാഗത്ത് മാത്രമാണ് ദൈവവും ഉള്ളത്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.